ഹായ് ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഷോർട്ട് ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. രാജേഷ് മാധവൻ ഇൻ ആൻഡ് ആസ് ധീരൻ. ഇപ്പോഴാണ് ഈ സിനിമ കാണാനുള്ള അവസരം കിട്ടിയത്. 3-4 ദിവസമായി. കഴിഞ്ഞ ആഴ്ചയാണ് പടം ഇറങ്ങിയത്. ഇപ്പോഴാണ് ഞാൻ ഈ പടം കണ്ടത്. സംവിധാനം ദേവദത്ത് ഷാജി. ദേവദത്ത് ഷാജിയുടെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ്. ദേവദത്ത് ഷാജി ഭീഷ്മപർവ്വത്തിൻ്റെ കോ റൈറ്ററാണ്. ഈ പടത്തിൻ്റെ, അതായത് ധീരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻ്റലിജൻ്റ്ലി റിട്ടൺ. ആ സ്ക്രിപ്റ്റ് ഒരുപാട് ആലോചിച്ച് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് പോലെ തോന്നി. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ്. അത് കണക്ക് വളരെ നല്ലപോലെ പ്രസൻറ്റിനെയും പാസ്റ്റിനെയും, അതായത് ഫ്ലാഷ് ബാക്കിനെയും ഇപ്പം നടക്കുന്ന കാര്യങ്ങളെയും വളരെ മനോഹരമായി വീവിൻ ചെയ്തു വെച്ചിരിക്കുന്നു ദേവദത്ത് ഷാജി. ദേവദത്ത് ഷാജിയുടെയാണ് കഥയും സംവിധാനവും. ഇതിലൊരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. രാജേഷ് മാധവനെ കൂടാതെ അശ്വതി മനോഹരൻ, അശോകൻ, ജഗദീഷ്, സുധീഷ്, സബരീഷ് വർമ്മ, അങ്ങനെ പലരും, മനോജ് കെ ജയൻ, അങ്ങനെ തുടങ്ങിയ ഒരു വൻ താരനിര. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കറക്റ്റ് ക്യാരക്ടേഴ്സിന് കറക്റ്റ് ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഡയലോഗ്സ് കറക്റ്റ് സ്ഥാനത്ത് വെക്കുക എന്നുള്ളത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് മാത്രമേ പറ്റൂ. അത് ദേവദത്ത് ഷാജി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് പഞ്ച് ഡയലോഗ്സ് നമുക്ക് എഴുതിയിട്ടും കാര്യമില്ല, എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പഞ്ച് ഡയലോഗ്സ് എവിടെ വെക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ദേവദത്ത് ഷാജി വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സ് എഴുതി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പടം കാണാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതൊരു പ്രത്യേക തരത്തിലുള്ള പടമാണ്. കാരണം ഒരു അൺലൈക്ലി ധീരത, അല്ലെങ്കിൽ ഒരു അൺലൈക്ലി ധീരനെയാണ് ഇതിൽ രാജേഷ് മാധവൻ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതിലെ പേരുകൾ, ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ രസകരമാണ്. സ്പിനിഷ് എന്നൊരു കഥാപാത്രം, അതുകൂടാതെ സതി എന്നൊരു വിഡോ ക്യാരക്ടർ. എന്തുകൊണ്ടാണ് ആ സതി എന്നുള്ള പേരും സമൂഹത്തിനെതിരെയുള്ള ആക്ഷേപമൊക്കെ എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നൊക്കെ ഉള്ള അർത്ഥങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് 1-2 കാര്യങ്ങൾ, അതായത് ഈ വിഡോയുടെ അല്ലെങ്കിൽ വിഡോയെ സ്നേഹിക്കുന്ന ഒരാളുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ വിഡോയുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ കാഷ്വൽ റിലേഷൻഷിപ്സിൽ, അതായത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് റിലേഷൻഷിപ്സിൽ അതിലേക്ക് വരുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ്റെ ഒക്കെ ജീവിതം, അങ്ങനെ പല രീതിയിൽ സമൂഹത്തിന് നേരെ കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുകൊണ്ട് ഈ സിനിമ. ദിസ് വാസ് ഫൺ, ദിസ് വാസ് entertaining. 3 stars out of 5 for Dhiran.